എല്ലാവർക്കും നമസ്തേ. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ പലർക്കും ഏജൻസികൾ ആവശ്യപ്പെടുന്ന തുക കണ്ടെത്തുക എന്നുള്ളത് ഒരു ബാലികേറ മലയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും നിരാശരായിട്ട് ഏജൻസിയെ ചീത്ത വിളിച്ച് തിരിച്ചു മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരും അന്വേഷിക്കുന്നത് സർവീസ് ചാർജ് കുറച്ചു വാങ്ങിക്കുന്ന പ്രൈവറ്റ് ഏജൻസി ഏതാണെന്നുള്ളതാണ്, എസ്പെഷ്യലി ഇസ്രയേലിലേക്ക് പോകുവാനായിട്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് കുറച്ച് സർവീസ് ചാർജ് മതിയാകുമെങ്കിലും നിർഭാഗ്യവശാൽ ഇസ്രയേലിലേക്ക് വരുവാനായിട്ട് സർവീസ് ചാർജ് കുറച്ചു വാങ്ങിക്കുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഞാനൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏജൻസി സർവീസ് ചാർജ് ഇല്ലാതെ അല്ലെങ്കിൽ വളരെ കുറച്ച് സർവീസ് ചാർജോട് കൂടിയിട്ട് സർവീസ് ചാർജ് കുറച്ചുള്ള ഏജൻസി എന്നതിന് ഒരു പ്രധാന ഉത്തരമായിട്ടുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ NSDയെ കുറിച്ചിട്ടാണ്. ജോലിക്കായി വിദേശത്ത് പോകാൻ സർക്കാർ അംഗീകാരമുള്ള പ്രധാന 3 വഴികളിൽ ഒന്നാമത്തെ വഴിയാണ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടെന്നാൽ NSDC എന്താണെന്നും ഇതിന്റെ പ്രയോജനം എന്താണെന്നും വിദേശ ജോലിക്ക് ഇതെങ്ങനെ സഹായിക്കും, ഏത് രാജ്യങ്ങളിലേക്ക് അവസരങ്ങളുണ്ട്, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നിവയെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. NSDC എന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേരാണ്. 2008 ജൂലൈ 31 സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യ സർക്കാരിന്റെ സ്കിൽ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം യുവാക്കളെ തൊഴിൽ യോഗ്യരാക്കുക, വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങൾ നൽകുക, ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ അവസരങ്ങളിലേക്ക് ആളുകളെ തയ്യാറാക്കുക എന്നതാണ്. NSDC നിരവധി മേഖലകളിൽ പരിശീലനം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ, കെയർ ഗീവർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, വെൽഡിംഗ്, ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്, IT, റീറ്റെയിൽ, അഗ്രികൾച്ചർ, അങ്ങനെ നിരവധി പരിശീലനം പൂർത്തിയാക്കി എന്നാൽ സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇതിന് വിദേശത്ത് ജോലി ചെയ്യാൻ NSDC എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പലർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വിദേശത്ത് പോകുന്നതിന് മുമ്പ് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ആവശ്യമായ സ്കില്ല്, ശരിയായിട്ടുള്ള സർട്ടിഫിക്കേഷൻ, ഭാഷാ പരിജ്ഞാനം, രാജ്യത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ. NSDC ഇന്റർനാഷണൽ ഈ കാര്യങ്ങളിൽ പരിശീലനവും മാർഗനിർദ്ദേശവും വളരെ ഭംഗിയായിട്ട് നൽകുന്നുണ്ട്. സർക്കാർ പിന്തുണയുള്ള പരിശോധനയുള്ള വിദേശ തൊഴിലവസരങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ബന്ധിപ്പിക്കുന്നതും തട്ടിപ്പുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഏത് രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ ലഭിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ സമയങ്ങളിൽ ആവശ്യാനുസരണം ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ജർമ്മനി, ജപ്പാൻ, ഇസ്രയേല്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ. എന്നാൽ അവസരങ്ങള് രാജ്യത്തിന്റെ ആവശ്യകതയും ആ രാജ്യത്തെ തൊഴിലുടമകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാറും എന്നുള്ളതാണ് വാസ്തവം. കെയർ ഗീവർ ആയി പോകാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള മേഖലകളിൽ ഒന്നാണ് കെയർ ഗീവർ സെക്ടർ. എന്നാൽ പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ശരിയായ പരിശീലനം, പ്രാക്ടിക്കൽ സ്കില്ല്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ, പേഷ്യന്റ് ഹാൻഡ്ലിംഗ്, ബേസിക് നഴ്സിംഗ് നോളജ്, ഇത്തരം മേഖലകളിൽ പരിശീലനം ലഭിച്ചെന്നാൽ വിദേശ തൊഴിലവസരങ്ങൾക്ക് കൂടുതൽ യോഗ്യത നേടാൻ സാധിക്കും. ചില രാജ്യങ്ങൾക്ക് പ്രത്യേക ഭാഷാ പരീക്ഷകളും ലൈസൻസിങ്ങും വേണമെന്നുള്ളതും ഓർക്കേണ്ടതാണ് നിങ്ങൾ. NSDCയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക NSDC പോർട്ടലിൽ നിങ്ങൾക്ക് തനിയെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അംഗീകൃത ട്രെയിനിങ് സെന്റർ തിരഞ്ഞെടുക്കുക, പരിശീലനം പൂർത്തിയാക്കുക, അസസ്മെന്റ് വിജയിക്കുക, അതിനുശേഷം സർട്ടിഫിക്കേഷൻ നേടുക, അനുയോജ്യമായ തൊഴിൽ അവസരങ്ങൾക്ക് അതിനുശേഷം അപേക്ഷിക്കുക. ഇതാണ് പ്രൊസീജിയർ. വിദേശത്ത് ജോലി ചെയ്യുക എന്നതൊരു സ്വപ്നം മാത്രമല്ല. ശരിയായിട്ടുള്ള പരിശീലനവും ശരിയായ സർട്ടിഫിക്കറ്റ്, ശരിയായ മാർഗനിർദ്ദേശം ഇവയുണ്ടെങ്കിൽ മാത്രമേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. NSDC പോലുള്ള സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള വഴികളിൽ ഒന്നാണ്. എന്നാൽ പരിശീലനം മാത്രം ലഭിച്ചാൽ വിദേശ ജോലി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യവും നിങ്ങൾ പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതാണ്. കാരണം ലക്ഷ്യരാജ്യത്തിന്റെ വിസ, ലൈസൻസിങ്, തൊഴിലുടമയുടെ തിരഞ്ഞെടുപ്പ് അഥവാ വിസ ലഭ്യമാക്കുക ഇവയെല്ലാം ഇതിന്റെ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. ഇതൊരു G2G അഥവാ ഗവൺമെന്റ് ടു ഗവൺമെന്റ് സംവിധാനമായതിനാൽ തന്നെ പരിശീലനം കഴിഞ്ഞ് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നത് അവ്യക്തമാണ്. ഇവിടെയാണ് പ്രശ്നം. എന്നിരുന്നാലും നമ്പർ കുറവാണെങ്കിലും
കോഴ്സ് പൂർത്തീകരിച്ച പലരും NSDC വഴി വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. സോ നിങ്ങളുടെ കയ്യിൽ ഏജൻസിക്ക് കൊടുക്കുവാനായിട്ടുള്ള സർവീസ് ചാർജ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്നൊരു NSDCയിൽ രജിസ്റ്റർ ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് സമയം കളയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇനഫ് ടൈം ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് ഏജൻസിയെ ബന്ധപ്പെടുക. അത് ഏത് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും. ഓക്കെ, താങ്ക് യു.